മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന്റെ സുരക്ഷ, ഇതാണ് സർക്കാരിന്റെ ദൌത്യം. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണെന്നും നിലവിൽ ശാന്തമായ അന്തരീക്ഷങ്ങൾ തകർക്കരുതെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വകുപ്പിന്റെ കീഴിൽ വന്ന ഡാമുകളുടെ കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് വിഷയം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ജലവിഭവ വകുപ്പും ചെയ്യേണ്ടതായ കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കേരള ഗവൺമെന്റിന് ഒരു സ്റ്റാൻഡുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് സ്റ്റാൻഡുണ്ട്. അത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി സുപ്രീം കോടതിയോട് നമ്മുടെ പ്രയർ സമർപ്പിക്കുകയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത നിലപാടാണ് വി ഡി സതീശൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റ് തരത്തിലുള്ള പ്രസ്താവനകൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും MLA മാർ നടത്തി ഇപ്പോൾ ശാന്തമായി നിൽക്കുന്ന ഈ വിഷയത്തെ അനാവശ്യമായ മറ്റ് വാദപ്രതിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ തമിഴ്നാട്ടിലെ MLA മാരും തമിഴ്നാട് ഗവൺമെന്റും ഇക്കാര്യങ്ങളോട് ഇതുവരെ സഹകരിച്ചിരിക്കുന്ന പോലെ ചെയ്യണം എന്ന റിക്വസ്റ്റാണ് കേരള ഗവൺമെന്റിനുള്ളത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, പുതിയ ഡാം വേണം എന്ന് മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായിരിക്കും അല്ലേ? അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ മാറിയിരിക്കുന്നു. നേരത്തെ സർക്കാരുകൾ തമ്മിലുണ്ടായിരുന്ന ഒരു ധാരണ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ, തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വന്നതിന് പിന്നാലെ തമിഴ്നാട്ടിലെ കമ്പത്തെ MLA ജഗന്നാഥാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്നും വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ കൂടുതൽ വെള്ളം വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജലനിരപ്പ് ഉയർത്തേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനോട് നിലവിലെ മന്ത്രിയായിട്ടുള്ള മോൻസ് ജോസഫ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് തന്നെയാണ് വി ഡി സതീശൻ സർക്കാരിനുമുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ സുരക്ഷയും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളവും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് പുതിയ ഡാം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അടക്കം നിലപാട് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുതിയ ഡാം എന്നുള്ള ആവശ്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്ന് മന്ത്രി പറയുമ്പോൾ സർക്കാരുകൾ മാറിയ സ്ഥിതിക്ക്, തമിഴ്നാട്ടിലടക്കം സർക്കാർ മാറിയ സ്ഥിതിക്ക് അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.